ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് വേവ്. വേവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിനുസോയിഡൽ ഫംഗ്ഷൻ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു. ഇനി വേവ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ദ വേവ് ഇക്വേഷൻ ഈസ് ദ സെക്കൻഡ് ഓർഡർ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ദ ഡിസ്ക്രിപ്ഷൻ വേവ്. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് നമുക്ക് വേവിനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ വേവിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഫൈ ഓഫ് സെഡ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി മൈനസ് കെ സെഡ്. അതായത് ഒരു സെഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ട്രാവലിംഗ് വേവിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഒരു എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവ് ആണെങ്കിലോ, എക്സ് ടി ആണെങ്കിൽ ഇതൊക്കെ ഓരോ ഇതാണ്. നമുക്ക് ഇഷ്ടമല്ല ഫൈന്ന് മാറ്റിയിട്ട് സൈനോ എന്തും കൊടുക്കാം, നമുക്ക് നമ്മളെ ഇഷ്ടമാണ്. അപ്പോൾ സാധാരണ ചില ബുക്കിലൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ വൈയും എക്സും ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഈ ഫൈക്ക് പകരം വൈന്ന് ഉപയോഗിക്കും. പിന്നെ വേവ് ട്രാവലിംഗ് ഇൻ എക്സ് ഡയറക്ഷൻ അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്താ വൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ്. ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ കണ്ടാൽ മനസ്സിലാക്കേണ്ടി, ഇവിടെ വേവ് ട്രാവൽ ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലാണ്, അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്, ടുവാർഡ്സ് റൈറ്റ് ആണ്. അതോടൊപ്പം ഇവിടെ ഓസിലേഷൻ അലോങ് വൈ ഡയറക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് വേവിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അതായത് ടേക്കിംഗ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ടി. അപ്പോൾ എല്ലാവർക്കും ഓർഡിനറി ഡെറിവേറ്റീവ് ഒക്കെ പ്ലസ് ടുവിലെല്ലാം കണ്ട് ശീലം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവാണ്. ഓർഡിനറി ഡെറിവേറ്റീവിനെ എങ്ങനെ ഡി ബൈ ഡി എക്സ് എന്നാണ് സൂചിപ്പിക്കുക, ഓർ ഡി ബൈ ഡി ടി. പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡി അല്ല ഉപയോഗിക്കുക, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ ടി. ഓക്കെ, അങ്ങനെ ആയിരിക്കും. ഇതെടുക്കാൻ ഒന്നും കൂടി സിമ്പിളാണ് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ. ഓക്കെ, മറ്റേ സാധാരണ ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ തന്നെ അതിനെക്കാട്ടും ഒന്നും കൂടി സിമ്പിളാണെന്നുള്ളൂ. അപ്പോൾ ഡോ വൈ ബൈ ഡോ എക്സ് ആദ്യം ചെയ്ത് നോക്കാം. ഡോ വൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ്, അപ്പോൾ ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ മൈനസ് എ സൈൻ ഇതിൻ്റെ എക്സിന് അബൌട്ട് ആയിട്ടുള്ള ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ വരിക? കോസിൻ്റെത് സൈനായി മാറും, മൈനസ് സൈനാവും മാറും. അപ്പോൾ മൈനസ് എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്. ഇനി ഉള്ളിലുള്ളതിൻ്റെ ഡെറിവേറ്റീവ് ഈ ഉള്ളിലുള്ള, അപ്പോൾ മൈനസ് കെ. ഒരു തവണയും കൂടി പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ്, ഇനി ഇതുപോലെ ടൈമിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, ടൈമിന് അബൌട്ട് ആയിട്ടുള്ള. അപ്പോൾ ഡോ വൈ ബൈ ഡോ ടി എന്താ വരിക? സിമ്പിളാണ്. ഇതിൻ്റെ ടൈമിൻ്റെ അബൌട്ട് ആയിട്ട് എടുക്കുമ്പോൾ ആദ്യം മൈനസ് എ സൈൻ ഇത് വരും, പിന്നെ ഒമേഗ ടീൻ്റെ അതിന് അവിടെ നിന്നാണ് പുറത്ത് വരിക. മൈനസ് എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് ഇൻറ്റു ഈ ഉള്ളിലുള്ള ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ഈ ഉള്ളിലുള്ളതിൻ്റെ ചെയിൻ റൂൾ ഉണ്ടല്ലോ, ആദ്യം നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ എടുക്കും, പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അങ്ങനെ പോലല്ലേ. പിന്നെ അതിൻ്റെ ഉള്ളിക്കുണ്ടായി വീണ്ടും ഉള്ളിത്തിൻ്റെ ഡെറിവേറ്റീവ് ഉള്ളിക്ക് ഇങ്ങനെ കയറി പോവുക ചെയ്യുക, അതാണ് ചെയിൻ റൂൾ. അപ്പോൾ ആദ്യം സൈനിൻ്റെ എടുത്തു, കോസിൻ്റെ എടുത്തു, അപ്പോൾ സൈനായി മാറി. ഇനി ആ സൈനിൻ്റെ ഉള്ളിത്തിൻ്റെ എടുക്കുക. അപ്പോൾ ഒമേഗ ടീൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒമേഗ, കെ എക്സിൻ്റെ എടുക്കുമ്പോൾ അവിടെ അതിൽ ടൈമിൻ്റെ ഫംഗ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് 0 ആയിപ്പോവും. ഇനി ഡോ സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴോ മൈനസ് എ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ്. എഗെയിൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഒമേഗ വരും, ഒമേഗ സ്ക്വയർ. അപ്പോൾ എന്താ വരിക? ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് കെ മൈനസ് ഒമേഗ സ്ക്വയർ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ വൈ തന്നെയാണ്, എ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് വൈ ഓഫ് എക്സ് ടി. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതിൻ്റെ ഇക്വേഷൻ 2 3 എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇത് 2, ഇത് 3. ഇതിനെ രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഒരു ഇക്വേഷനാക്കി മാറ്റാം.
ഇക്വേഷൻ 2/3 ചെയ്താൽ എന്താ കിട്ടുക? എന്ത് കിട്ടും? അതായത് ഇതേ ബൈ ഇത്, ഈ രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവുകളും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അതായത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ബൈ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ ബൈ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് എക്സ് ടി ബൈ വൈ ഓഫ് എക്സ് ടി. അപ്പോൾ വൈ ഓഫ് എക്സ് ഒക്കെ വിട്ടു പോയി, പിന്നെ ഇതാ വരിക. ഓക്കെ, അപ്പോൾ എന്താ വരിക? ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ. ബട്ട് വി നോ ഒമേഗ ബൈ കെ ഈസ് ഈക്വൽ ടു വി, വെലോസിറ്റി ഓഫ് ദ വേവ്. നമ്മൾ നേരത്തെ വി പി എന്നൊക്കെ വിളിച്ചിരുന്നു, ഫേസ് വെലോസിറ്റി, അങ്ങനെയും വേണമെങ്കിൽ പറയാം, ഓർ വി എന്നും പറയാം. വെലോസിറ്റി ഓഫ് ദ വേവ്, സിംഗിൾ വേവ് ആണ് എന്ത്? ഫേസ് വെലോസിറ്റി. അപ്പോൾ ഇതിന് നമുക്ക് ഒമേഗ ബൈ കെ വി ആണ്. അങ്ങനെയാണെങ്കിൽ കെ ബൈ ഒമേഗ എന്താണ്? 1/v ആണ്. അപ്പോൾ ഇക്വേഷൻ 4നെ നമുക്കത് മോഡിഫൈ ചെയ്യാം. ഇക്വേഷൻ 4 എന്തായി മാറും? ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു കെ ബൈ ഒമേഗക്ക് പകരം 1/v കൊടുക്കുകയാണെങ്കിൽ കെ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയറിന് പകരം 1/v സ്ക്വയർ എന്നാവും. ഓക്കെ, ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ. അപ്പോൾ ഇതാണെന്ത്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈങ് ബൈ ദ ഹാർമോണിക് വേവ്സ്. നമ്മളിപ്പോൾ ഒരു വേവിൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയെന്ന് വെക്കുക. സപ്പോസ് എ വേവ് ഈസ് ഗിവൺ ബൈ, ഒരു എക്സാമ്പിൾ, എ വേവ് ഈസ് ഗിവൺ ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി. എങ്ങനെ എ ഇ റേസ് ടു ഇങ്ങനെ കിട്ടിയെന്ന് വെക്കുക. ഇതൊരു സിമ്പിൾ ഹാർമോണിക് വേവ് ആണോ, ഇങ്ങനെ ഒരു ഹാർമോണിക് വേവ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൽ കൊടുത്തു നോക്കുക. ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ചെയ്ത് നോക്കുക, ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ ഈ എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഈ എക്സാമ്പിളിൽ ഡോ വൈ ബൈ ഡോ എക്സ് എന്താ? ഇതിപ്പോൾ എക്സ്പോണൻ്റ് അല്ലേ, അപ്പോൾ നമുക്ക് എക്സ്പോണൻറ്റിൻ്റെ ഡെറിവേറ്റീവ് അത് തന്നെയാണ്. ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി ഇൻറ്റു പിന്നെ ഈ ഉള്ളിലുള്ള പവറിലുള്ള അതും കൂടി ഉണ്ടാവും. ചെയിൻ റൂളും കൂടി കൊടുക്കുമ്പോൾ ഐ കെ ഇവിടെ വരും. ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാകുമ്പോൾ ഒരു തവണയും കൂടി ഐ കെ വരും. അതായത് മൈനസ് കെ സ്ക്വയർ വൈ എന്ന് വരും. ഇതുപോലെ എന്ത് വരും? ഡോ വൈ ബൈ ഡോ ടി ചെയ്യുമ്പോൾ എന്താ വരിക? മൈനസ് ഐ ഒമേഗ വൈ എന്നാണ് വരിക. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ചെയ്യുമ്പോഴോ മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്നാണ് വരിക. അവിടെ കൊടുത്തു നോക്കിയാൽ മതി. ഇത് ഇവിടെ കൊടുത്തു നോക്കുക. അപ്പോൾ എഗെയിൻ എന്ത് വരും? ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാണാം. നമുക്ക് കൊടുത്തു നോക്കാം നമുക്ക്. അതായത് മൈനസ് കെ സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു 1/v സ്ക്വയർ ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ വൈ. അപ്പോൾ ഈ വെട്ടാളൊക്കെ വെട്ടിക്കളഞ്ഞാൽ അപ്പോൾ എഗെയിൻ എന്താ വരിക? കെ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/v സ്ക്വയർ. ഇതന്നെയാണ്, ശരിയല്ലേ? വി ഓൾറെഡി നോ ഒമേഗ ബൈ കെ ഈസ് ഈക്വൽ ടു വി, ഓർ കെ ബൈ ഒമേഗ ഈസ് ഈക്വൽ ടു 1/v. അപ്പോൾ കെ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ ആണെങ്കിൽ 1/v സ്ക്വയർ. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ഈ ഇക്വേഷൻ എന്താണ്? ഒരു ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ ആണെന്ന് മനസ്സിലായി. ഇനി നമ്മളോട് വേറൊരു കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ തന്നു. വൈ ഈസ് ഈക്വൽ ടു എക്സ് സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി.
അല്ലെങ്കിൽ എ എക്സ്, ഇതൊരു ഇങ്ങനത്തെ ട്രാവലിംഗ് വേവ് ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന് ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ കാണുക, ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് വേവിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊടുത്തു നോക്കുക. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അല്ല, അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യൂല. ഓക്കെ, അത് സംശയം ഉണ്ടെങ്കിൽ ഇത് അങ്ങനെ ചെയ്ത് നോക്കുക, അതിൽ കൊടുത്തു നോക്കുക. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വേവിൻ്റെ വെലോസിറ്റി കണ്ടെത്താൻ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ഒരു മീഡിയത്തിൽ, ഒരു പർട്ടിക്കുലർ മീഡിയത്തിലെ വേവിൻ്റെ വെലോസിറ്റി കണ്ടെത്തണമെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ആ മീഡിയത്തിലുള്ള ഫോഴ്സുകളും ഇതൊക്കെ കൊടുത്തിട്ട് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കും. അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഒരു സൈഡിൽ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നുണ്ടാവും, ഒരു സൈഡിൽ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്നുണ്ടാവും. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് രണ്ടും കമ്പയർ ചെയ്യണമെങ്കിൽ ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു 1/v സ്ക്വയർ ഓർ v ഈസ് ഈക്വൽ ടു ആ ഒരു കോൺസ്റ്റൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടും, v സ്ക്വയർ ഈക്വൽ ടു സംതിങ് എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ വെലോസിറ്റി കണ്ടെത്തുക. അപ്പോൾ അതിങ്ങനെ നമുക്ക് നിലവിലിപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി പലയിടത്തും കണ്ടുവച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇതിനായിട്ട് കമ്പയറബിൾ ആയൊരു ഇക്വേഷൻ ഉണ്ടാക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ റോപ്പിലെ നമ്മൾ ഇതുണ്ടല്ലോ, കയറിലൂടെയുള്ള ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലൂടെയുള്ള വേവിൻ്റെ വേഗത കണ്ടെത്തണമെങ്കിൽ ആ വേവിലെ ഫോഴ്സുകളൊക്കെ കണക്ട് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, ഒരു ഇത് കിട്ടും. അവിടെ എന്താ കിട്ടുക, v ഈസ് ഈക്വൽ ടു √T/m എന്ന് കിട്ടുക. √T/m, അതായത് ഇതാണ് ടെൻഷനാണിത്, ഇത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണിത്. അപ്പോൾ ആ സമയത്തുള്ള വേവ് ഇക്വേഷൻ എന്തായിരിക്കും നമുക്ക് കിട്ടുക, ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ എക്സാമ്പിൾ, ഇപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണെങ്കിൽ ലെറ്റ് ദ ടെൻഷൻ ഓൺ ദ സ്ട്രിങ് ഈസ് ടി, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് മ്യൂ. അതായത് നമ്മൾ ആ സ്ട്രിങ് തൂക്കി നോക്കുമ്പോൾ ഒരു മീറ്ററിന് വരുന്ന ഭാരം മ്യൂ ആണെന്ന്, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ അതിലത്തെ വേവിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, √T/μ. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ഇതുപോലത്തെ ഒരു വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/v സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ. അതായത് ഇലാസ്റ്റിക് മെറ്റീരിയലുകളിൽ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും, ഇലാസ്റ്റിക് മെറ്റീരിയൽസ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകണുള്ളൂ കേട്ടോ, ഇതൊന്നും വലിയ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഒരു സോളിഡ് ബാർ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സോളിഡ് ബാർ, അതായത് ഒരു സ്കെയിലോ എന്തെങ്കിലും ഒരു സോളിഡ് ബാർ, അത് ഇലാസ്റ്റിക് ആയിരിക്കുമല്ലോ. അപ്പോൾ ലെറ്റ് ഇറ്റ്സ് യങ്സ് മോഡുലസ് ബി, ആ ഒരു സോളിഡ് ബാർ, ആ ബാറിലൂടെ സൗണ്ട് വേവ് പോകുമല്ലോ. നമ്മളിപ്പോൾ അത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നിന്നാൽ മതി. റെയിൽവേ സ്റ്റേഷനിൽ പോയവർക്ക് അറിയാം, ട്രെയിൻ എത്രയോ ദൂരത്ത്, നമ്മളെ കണ്ണിലൊക്കെ എത്തുന്നതിന് എത്രയോ മുമ്പ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സൗണ്ട് കിട്ടണതാണ്. അപ്പോൾ എന്താണ്, ആ പാളത്തിലൂടെ ഇങ്ങനെ എത്തുകയാണ് സൗണ്ട് വേവ്. അപ്പോൾ സോളിഡ് ബാറിലൂടെ എന്ത് ചെയ്യും, സൗണ്ട് വേവ് ട്രാവൽ ചെയ്യും. നമ്മളിപ്പോൾ ഈ ബെഞ്ചിലൊക്കെ ഒരു സൈഡിൽ നമ്മൾ മുട്ടിക്കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ കാത് വെച്ചാൽ നമുക്ക് കേൾക്കുമല്ലോ, അവിടെ സൗണ്ട് വേവ് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ യങ്സ് മോഡുലസ് y ആണ്, ഡെൻസിറ്റി റോ ആണെങ്കിൽ ആ ഒരു സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്താണ്, √y/ρ. സിമ്പിളാണിത്. അവിടുത്തെ ടെൻഷന് പകരം ഇവിടെ y, ഡെൻസിറ്റി ഇവിടെ തന്നെ, അവിടെ ലീനിയർ ഡെൻസിറ്റി ആയിരുന്നു, ഇവിടെ മാസ് ഡെൻസിറ്റിയാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇനി ലിക്വിഡ് കോളത്തിലാണെന്ന് വെക്കുക. അപ്പോൾ ലിക്വിഡിൻ്റെ കേസിലുള്ള ഇലാസ്റ്റിക് കോയിഫിഷ്യൻ്റ് എന്താണ്, ഇലാസ്റ്റിക് മോഡുലസ്, ബൾക്ക് മോഡുലസ്.
അതിൻ്റെ ആ ലിക്വിഡിൻ്റെ ബൾക്ക് മോഡുലസ് എന്താണ്? കെ. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് റോ. അങ്ങനെയാണെങ്കിൽ ഇതിന് നേരത്തെ പോലെ തന്നെ ഇവിടെ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഡയറക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. √K/ρ. ഇവിടെ അവിടുത്തെ ഇലാസ്റ്റിക് മോഡുലസ് അവിടെ കൊടുത്തു. ഇവിടുത്തത് ലിക്വിഡിൻ്റെ ഇലാസ്റ്റിക് മോഡുലസ് ആണ്, അതാണ് കെ. ഓക്കെ, ബൾക്ക് മോഡുലസ്. ഇനി എയറിലുള്ള ഗ്യാസ് കോളത്തിലുള്ള ഇതാണ് എങ്ങനെ ആയിരിക്കും? അടുത്ത എക്സാമ്പിൾ ഗ്യാസ് കോളം. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അതെന്താണ്? അതെങ്ങനെ തന്നിട്ടുള്ളത്? V = റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് ഗാമയാണെന്ന് വെക്കുക. ഡെൻസിറ്റി എന്താണ്? റോ. പ്രഷർ, ആ പ്രഷർ നമ്മൾ സൗണ്ട് ഉള്ള മീഡിയത്തിലെ പ്രഷർ എന്താണ്? P. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് V = √Γp/ρ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൂം ടെമ്പറേച്ചർ വാല്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ ഗാമയുടെ ഫോർ എയർ ഗാമ = 1.4 ആൻഡ് റോ = 1.2 kg/m³. P = 1 atm. അത് കൊടുത്താൽ 1 atm എന്നുള്ളത് SIക്ക് മാറ്റുകയാണെങ്കിൽ 1 atm എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കലാണ്. ഇതൊക്കെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ V = 340 m/s എന്ന് കിട്ടും. 340 m/s. അപ്പോൾ ഇത് വളരെ ഇത് തിയററ്റിക്കലായിട്ട് കണ്ടുപിടിച്ച വാല്യൂ ആണ്. അത് എക്സ്പെരിമെൻ്റൽ വാല്യൂമായിട്ട് വളരെ ക്ലോസ് ആയ വാല്യൂ ആണ്. എക്സ്പെരിമെൻ്റൽ വാല്യൂ എന്താണ്? എക്സ്പെരിമെൻ്റൽ വാല്യൂ 330 m/s ആണ്. അപ്പോൾ അതായിട്ട് വളരെ ക്ലോസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ വേവിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ വിവിധ മീഡിയത്തിലുള്ള വെലോസിറ്റികളാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം ട്രാൻസ്വേഴ്സ് വേവിൻ്റെ, പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ. ഓക്കെ.